കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ജമാഅത്തെ ഇസ്ലാമി ബന്ധം കേരളത്തിൽ സജീവ ചർച്ചയായി മാറിയിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയും കോൺഗ്രസും എന്ന് വെച്ചാൽ UDFും തമ്മിൽ ബന്ധമുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകില്ല. എന്നാൽ ഇതേ UDF ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിക്കണമെന്ന് കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിന് തെളിവുകളാണ് ഇന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാസ്റ്റർ പുറത്തുവിട്ടത്. ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള സത്യവാങ്മൂലം അതിലെ ഭാഗങ്ങൾ വായിച്ചുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. UDF സർക്കാർ ഭരിക്കുന്നു, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി, അതേ മന്ത്രിസഭയിൽ മന്ത്രിമാരാണ് മുസ്ലിം ലീഗ് നേതാക്കൾ, പ്രത്യേകിച്ച് PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ. അന്ന് VD സതീശൻ ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് UDFിൻ്റെ കോൺഗ്രസിൻ്റെ MLA ആണ്. ആ മന്ത്രിസഭയിൽ ഇന്നത്തെ പ്രമുഖ കോൺഗ്രസ് നേതാക്കളുണ്ട്. ഇവരെല്ലാം ചേർന്നാണ് ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടത്, സത്യവാങ്മൂലം സമർപ്പിച്ചത്. അതാണ് ഇന്ന് MP ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. അതേ UDF ജമാഅത്തെ ഇസ്ലാമിയുമായി ഇപ്പോൾ സഖ്യമുണ്ടാക്കുന്നതിൻ്റെ പൊള്ളത്തരം, ഇരട്ടത്താപ്പ് തുറന്നു കാട്ടുകയാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. ദേശദ്രോഹ സ്വഭാവം പുലർത്തുന്ന, അങ്ങനെയാണ് ഉപയോഗിച്ചത് പദം, ദേശദ്രോഹ സ്വഭാവം പുലർത്തുന്ന ജമാഅത്തെ ഇസ്ലാമിയെ വേണ്ടി വന്നാൽ നിരോധിക്കും എന്നും ഉമ്മൻചാണ്ടി സർക്കാർ അതിൻ്റെ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും സത്യവാങ്മൂലമുണ്ട്, വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ആത്യന്തിക ലക്ഷ്യം ഇസ്ലാമിക രാഷ്ട്രസ്ഥാപനം ആണെന്നാണ് ഈ സത്യവാങ്മൂലത്തിൽ ഉള്ളത്. ഇപ്പോഴത്തെ ജമാഅത്തെ ഇസ്ലാമി UDF സഖ്യത്തിന്റെ ശില്പിയായ PK കുഞ്ഞാലിക്കുട്ടി ആ സർക്കാരിൽ രണ്ടാമനായിരുന്നു. രമേശ് ചെന്നിത്തലയായിരുന്നു ആഭ്യന്തരമന്ത്രി. മുസ്ലിം ലീഗിന് ആ മന്ത്രിസഭയിൽ 5 മന്ത്രിമാരുണ്ടായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികൾ അല്ല എന്ന് ഇന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന VD സതീശൻ അന്നത്തെ സർക്കാരിനെ നിയമസഭയിൽ പിന്തുണക്കുന്ന UDF MLAയും ആയിരുന്നു. വല്ല സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ സംശയം അങ്ങോട്ട് തീർത്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് ഈ കാര്യം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നിരവധി വർഗീയ ധ്രുവീകരണ ശക്തികൾ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അതിനെയെല്ലാം ജമാഅത്തെ ഇസ്ലാമി മതമൗലികവാദ ശക്തികൾക്ക് പിന്തുണ നൽകി ഇവരുടെ ആദർശത്തിൽ നിന്ന് ആവേശഭരിതരായി എന്നാണ് UDF സർക്കാർ ഈ സത്യവാങ്മൂലത്തിൽ തന്നെ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥ, ഭരണഘടന, നിയമങ്ങൾ എന്നിവയോടുള്ള അവഗണനയും വെറുപ്പും പ്രകടമാക്കുന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന. അവരുടെ ഭരണഘടന എന്ന കണ്ടെത്തലും റിപ്പോർട്ടിലുണ്ട്. ഇവരുമായിട്ട് കൂടാൻ ഒരു മടിയുമില്ലാത്ത ഒരു മുന്നണിയാണ് ലീഗും കോൺഗ്രസും ഉൾക്കൊള്ളുന്ന UDF. കേരളത്തിൽ ചർച്ചയായിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അത് മാറാട് കലാപം തന്നെയാണ്. ജമാഅത്തെ ഇസ്ലാമി അമീർ പറഞ്ഞത് മറന്നുപോയ ഒരു സംഭവത്തെ എന്തിനാണ് ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നത് എന്നാണ്. ഇതേ വാചകങ്ങൾ അതുപോലെയല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ പറയുന്നുണ്ട് കോൺഗ്രസ് നേതാക്കളും മുസ്ലിം ലീഗ് നേതാക്കളും, മാധ്യമപ്രവർത്തകരും അത് ഏറ്റുപറയുന്നു. എന്തിനാണ് മാറാട് കലാപത്തെക്കുറിച്ച് ഇപ്പോൾ പറയുന്നത്? അത് മറക്കേണ്ട വിഷയമല്ലേ എന്നാണ്. അല്ല, അത് ഓർത്തുകൊണ്ടേയിരിക്കണം എന്നാണ് MP ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്. എന്തുകൊണ്ട് CPM നിലപാട് അദ്ദേഹം വിശദീകരിക്കുന്നു, കേൾക്കാം. മറക്കണ്ട, അങ്ങനെ മറക്കാൻ പാടില്ല. നിങ്ങൾക്ക് ആഗ്രഹം മറക്കാൻ വേണ്ടിയിട്ടാണ്, ഞങ്ങൾക്ക് മറക്കണ്ടെന്ന് തന്നെ ഞങ്ങൾ ആഗ്രഹം. UDFന്റെ കാലത്ത് അരങ്ങേറിയിട്ടുള്ള ചരിത്രത്തിലില്ലാത്ത രീതിയിലുള്ള കടന്നാക്രമണമാണ്. അതെന്തിനാ മറക്കുന്നത്? മറക്കാതെ നല്ല ഓർമ്മ വെച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പോയിക്കോട്ടെ. വീണ്ടും ഡിവിഷൻ ഉണ്ടാകുന്നു. ഇവിടെ ഡിവിഷൻ ഇല്ലാണ്ടിരിക്കും. നല്ല ഐക്യത്തോടു കൂടി നിൽക്കല്ലേ ജനങ്ങൾ മുഴുവൻ. ഇവിടെ ചരിത്രത്തിലില്ലാത്ത രീതിയിലുള്ള മതപരവും ജാതീയവുമായ വിഭജനം നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മഹാത്മാഗാന്ധിയെ കൊന്ന ഗോഡ്സേക്ക് അംഗീകാരം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു നാടായിട്ട് നമ്മൾ മാറുകയാണ്. ആ നാട് മാറുന്നതിനെയാണ് ഫലപ്രദമായി പ്രതിരോധിക്കേണ്ടത്. അതുകൊണ്ട് വല്ലാത്ത രീതിയിൽ അങ്ങനെ ന്യായീകരിക്കാൻ പുറപ്പാടുണ്ട്.
കഴിഞ്ഞ കാര്യമായാലും ചർച്ച ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പമില്ല. യു ഡി എഫിന് ദോഷകരമാകുന്ന, യു ഡി എഫിനെ തിരിഞ്ഞുകൊത്തുന്ന ഒരു വിഷയവും ചർച്ച ചെയ്യരുത്, അത് ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരരുത്. ഇത് ആഗ്രഹിക്കുന്നത് കോൺഗ്രസും മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും മാത്രമല്ല, അത് ആഗ്രഹിക്കുന്നവർ മാധ്യമങ്ങളിലുമുണ്ട്, അത് ആഗ്രഹിക്കുന്ന മാധ്യമങ്ങളുമുണ്ട്. എന്തുകൊണ്ട് യു ഡി എഫിന് അലോസരമുണ്ടാക്കരുത്? എന്നാൽ അലോസരമുണ്ടാക്കും എന്ന നിലപാടാണ് എൽ ഡി എഫ് എടുത്തിരിക്കുന്നത്, CPIM എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ച കാര്യവും. മാറാട് കലാപം അത് വീണ്ടും വീണ്ടും ചർച്ച ചെയ്യണം, അത് ഓർത്തുകൊണ്ട് മാത്രമേ കേരളത്തിന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നും CPIM ആവർത്തിച്ച് പറയുന്നു.